we were discussing about the characteristics. ഇതുവരെ പറഞ്ഞത് it is a process, it is a continuous process. Choice and problem points are distinctive concerns of guidance. It is the assistance to the individual in the process of development rather than a direction of that development. സോ ഇതിൽ പറയുന്നത് ഒരാളുടെ സെൽഫ് ഡിറക്ഷൻ, സെൽഫ് ഗൈഡൻസ്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്, ഈ കപ്പാസിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഗൈഡൻസ്. ആൻഡ് ദിസ് ക്യാൻ ബി ഡൺ ത്രൂ ഒരാളുടെ പ്രോബ്ലംസിനെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടും ആളുടെ ഇന്നർ സ്ട്രെങ്സിനെ മനസ്സിലാക്കാനായിട്ടും ആളുടെ റിസോഴ്സസിനെ മനസ്സിലാക്കാനായിട്ടും ആളുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കാനായിട്ടും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്ന ഒരു കൺസെപ്റ്റ് ആ വ്യക്തിക്ക് തന്നെ വരും. So it is the assistance to the individual in the process of development rather than a direction of that development. The next characteristic is it is a service meant for all. So ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരാൾക്ക് മാത്രമായിരിക്കില്ല ഗൈഡൻസ് വേണ്ടി വരിക, അല്ലേ? ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ഏതൊരു സമയത്തും ഏതെങ്കിലും ഒരു സമയത്ത് വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഗൈഡൻസ്. ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ഇറ്റ് ഈസ് എ സർവീസ് മെൻ ഫോർ ഓൾ. It is required at every stage of life for every student, not only for the awkward situations as well as the abnormal students. The next characteristic is that it is both for generalized and a specialized service. It is generalized as everyone, like teachers, parents and advisors, play a part in the program. The specialized service as a qualified person render the service. So ഗൈഡൻസിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഇറ്റ് ഈസ് എ സർവീസ് ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ എ ട്രെയിൻഡ് പ്രൊഫഷണൽ. അതുകൊണ്ടാണ് ഇതൊരു സ്പെഷ്യലൈസ് സർവീസ് ആയിട്ട് പറയുന്നത്. പക്ഷേ ഗൈഡൻസ് പ്രോഗ്രാമിൽ കുട്ടീനെ ഹോളിസ്റ്റിക് ആയിട്ട് കാണണമെങ്കിൽ കുട്ടിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ ആൾക്കാരും വേണം, അല്ലേ? പാരൻസ് വേണം, ടീച്ചേഴ്സ് വേണം, അതുപോലെ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്ന ഓരോ ആൾക്കാരും ഈ ഒരു പ്രോഗ്രാമിലെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് ഇതിന് ജനറലൈസ്ഡ് ആയിട്ടും പറയാം. So it is both generalized and a specialized service. It is an organized service and not an incidental activity of school. സോ ഇത് പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഇൻസിഡൻ്റൽ ആയിട്ട് നടക്കേണ്ട ഒരു കാര്യമല്ല. ഇറ്റ് ഈസ് ബ്രോഡ് ബേസ്ഡ് ആൻഡ് ഹാസ് എ ഡെഫിനിറ്റ് പേർപ്പസ്. ഇറ്റ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് എനി ഡിസിപ്ലിൻ. ചിലപ്പോൾ നമ്മൾ ഗൈഡൻസ് എന്നൊക്കെ എഴുതുമ്പോൾ ഇത് സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിയുടെയൊക്കെ ബ്രാഞ്ച് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ഒരു ഡിസിപ്ലിൻ്റെയും ബ്രാഞ്ച് അല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈവൻ ദോ ഇറ്റ് ഡ്രോസ് ഇൻസൈറ്റ് ഫ്രം സൈക്കോളജി, സോഷ്യോളജി, ഫിലോസഫി, ഇറ്റ് ഇസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് എനി ഓഫ് ദിസ് ഡിസിപ്ലിൻസ്. ഇറ്റ് ഹാസ് ലിമിറ്റ്സ്. സോ ഇവിടെ ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും കേപ്പബിൾ ആക്കാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ പറ്റുള്ളൂ, അല്ലേ? ആളുടെ കയ്യിൽ നിന്നും ഉള്ള എഫേർട്ടും ആളുടെ കേപ്പബിലിറ്റിയും ഒക്കെ അനുസരിച്ചിരിക്കും ഇതിൻ്റെ സക്സസ്, അല്ലേ? സോ ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഇറ്റ് ഹാസ് ലിമിറ്റ്സ്. ഇറ്റ് ഹാസ് ലിമിറ്റ്സ് ടു വാട്ട് ഇറ്റ് ക്യാൻ അക്കംപ്ലിഷ്. ഇറ്റ് ഇസ് മോർ ആൻ ആർട്ട് റാദർ ദാൻ എ സയൻസ്. സോ ഇത് പൂർണ്ണമായിട്ടും ഒരു ഡിഫൈൻഡ് ഫോമാറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റാഷണൽ ഇതിനൊന്നും പുറകിൽ നടക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ പലപ്പോഴും ആ ഒരു കോൺവെർസേഷൻ പ്രോസസ്സിൽ കൗൺസിലറിൻ്റെ യുക്തി അനുസരിച്ചായിരിക്കും ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. So decisions are made on the basis of best judgment in the absence of complete scientific verification. So പലപ്പോഴും ആ ഒരു പ്രോബ്ലത്തിനെ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അനുസരിച്ചായിരിക്കും, rather than it is not based on scientific verification. Guidance has roots in educational system. So it should be based on broad educational objectives of the country. സോ ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിസിലായിരിക്കണം നമ്മളുടെ ഗൈഡൻസ് പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് വൈ വി സേ ദാറ്റ് ഗൈഡൻസ് ഹാസ് റൂട്ട്സ് ഇൻ ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ഗൈഡൻസ് ഇസ് സെൻറ്റേർഡ് അറൗണ്ട് ദ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻ ഓഫ് ദ സ്റ്റുഡൻസ്. ഒരു കുട്ടിയാണ് ഇതിലെ കാതലായിട്ടുള്ള പോർഷൻ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ നീഡ്സ്, ആസ്പിറേഷൻ ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. So that was the different characteristics of guidance. Now let's see the different types or areas of guidance.
So the first type is educational guidance. So in educational guidance, it helps the students to get maximum benefit out of education and solve their problems related to education. സോ അവർ പഠിക്കുന്ന ആ ഒരു ഏരിയയിൽ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ആ ഒരു ഏരിയയിൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു ഗൈഡൻസ് സർവീസാണ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ്. So it is to get maximum benefit out of education and solve the problems that are related to education. The emphasis is on providing assistance to the students in the academic work, choose appropriate course of study, overcome learning difficulties, foster creativity, improve the levels of motivation, utilize institutional resources like library, lab, etc. So ഇതാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ ഗൈഡൻസിൻ്റെ മേജർ പർപ്പസസ്: ടു ഹെൽപ്പ് ഇൻ അക്കാഡമിക് വർക്ക്, ടു സെലക്ട് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് സ്റ്റഡി, overcome learning disabilities, to foster creativity, improve levels of motivation, utilize the institutional resources. The major functions of educational guidance are to help the students make educational plans consistent with their abilities, interests, and goals, and to select appropriate courses and co-curricular activities which will enable them to join a career of their own choices. സോ ഇവിടെ എഡ്യൂക്കേഷണൽ എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ എബിലിറ്റി, ഇൻട്രസ്റ്റ്, ഗോൾ ഇതിനനുസരിച്ച് ബെസ്റ്റായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് സ്റ്റഡി ഒക്കെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് പർപ്പസ്. ദി സെക്കൻഡ് ഈസ് helping the student to explore educational possibilities beyond their present educational level. സോ പലപ്പോഴും MSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് പലർക്കും ഉണ്ടാവില്ല അല്ലേ. ജസ്റ്റ് ഒരു PhD എടുക്കാം അല്ലെങ്കിൽ ഒരു MPhil എടുക്കാം, ഇത്രയൊക്കെ മനസ്സിലുണ്ടാവുള്ളൂ അല്ലേ. പക്ഷേ ദർ ആർ മെനി അതർ പോസിബിലിറ്റീസ് അതർ ദാൻ ദാറ്റ്. ലൈക്ക് ഇപ്പോൾ വെളിയിലത്തെ കൺട്രീസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് DNP പ്രോഗ്രാംസ്, ഡോക്ടർ ഓഫ് നഴ്സിംഗ് പ്രാക്ടീസ്, ഒരു 5-year കോഴ്സാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് PhD. പക്ഷേ DNP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി നഴ്സ് പ്രാക്ടീഷണേഴ്സ്. യു ക്യാൻ ഓപ്പൺ ക്ലിനിക്സ് ദർ. USA പോലത്തെ കൺട്രീസിൽ നഴ്സ് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് പോയിട്ട് ഇനീഷ്യൽ പ്രിസ്ക്രിപ്ഷൻ വഴി മാത്രമേ നിങ്ങൾക്കൊരു ഡോക്ടറിന് ഒരു OPDയിൽ പോയിട്ട് ഒരു ഡോക്ടറിനെ കാണാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഇസ് ജസ്റ്റ് such an excellent course where nurses are enabled to work independently. സോ അവർക്ക് മൈനർ എയിൽമെൻറ്റ്സിനെ ട്രീറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ റെഫർ ചെയ്യാനായിട്ടുമുള്ള ഇൻഡിപെൻഡൻസ് ലൈസൻസ് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദിസ് പ്രോഗ്രാം ഇസ് DNP. സോ അതുപോലെ തന്നെ ദർ ആർ മെനി അതർ കോഴ്സസ് ലൈക്ക് ഡെൻ്റൽ നഴ്സിങ്ങിനെ പറ്റി അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി കോഴ്സുകൾ കുറേ പേർക്ക് പലർക്കും അറിയണ്ടാവില്ല. വൺ ഓഫ് സച്ച് സ്പെഷ്യാലിറ്റീസ് ഡെൻ്റൽ നഴ്സിംഗ്, വെർ യു ഫോക്കസ് ഓൺ ഡെൻ്റൽ ഏരിയ, ആൻഡ് ദിസ് ഈസ് എ 1-year കോഴ്സ് വിച്ച് ക്യാൻ ബി ഡൺ ആഫ്റ്റർ BSc. സോ അങ്ങനെ പല എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുൻപിലുണ്ടെങ്കിലും പലതും നമ്മൾക്ക് അറിയണ്ടാവില്ല. സോ അങ്ങനത്തെ ഏരിയസിൽ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് ദിസ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. Provide help at crisis point of students in their academic and personal life. So we may face many crisis points during the academics, like ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആയെന്ന് വരാം, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിൽ ഫെയിൽ ആയെന്ന് വരാം. There may be many instances in personal life also. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് monitor academic progress of the students and help the students who are not studying as expected. So learning disabilities ഉള്ള കുട്ടികളുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ഈ ഒരു ഗൈഡൻസ് പ്രോഗ്രാം ഹെൽപ്ഫുൾ ആണ്. Identify special learners such as academically backward, gifted and creative, and provide help in meeting their educational needs. സോ ഓരോ കുട്ടികളുടെയും എഡ്യൂക്കേഷണൽ നീഡ്, അക്കാഡമിക് വീക്ക് ആണെങ്കിൽ അവർക്ക് റെമഡിയൽ കോച്ചിങ് വേണ്ടി വരും. അതുപോലെ തന്നെ ഗിഫ്റ്റഡ് ആൻഡ് ക്രിയേറ്റീവ് അല്ലെങ്കിൽ സൂപ്പർ ലേണേഴ്സ് ആണെങ്കിൽ ദേ നീഡ് മോർ ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ മോർ റാദർ ദാൻ ആൻ ആവറേജ് സ്റ്റുഡൻറ്റ്. സോ അങ്ങനത്തെ സ്പെഷ്യൽ എബിലിറ്റീസ് ഒരുക്കി കൊടുക്കാനായിട്ട് diagnose learning difficulties of students in different subjects and assist them to overcome the difficulties. So in order to monitor the academic progress, identify any learning disabilities and help the students to overcome this learning difficulty. That is yet another function of education.